അതെ, ഷാറുഖ് ഖാന് നാഷണൽ അവാർഡ് കിട്ടാൻ യാതൊരു യോഗ്യതയും ഇല്ല. ഇത് ഞാനൊരു സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു കമൻ്റാണ്. സത്യത്തിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം ഒരു പരിധി വരെ ഇങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ജവാൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് റോളുകൾ, പല ഗെറ്റപ്പുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് എത്രത്തോളം ഈ ഒരു അവാർഡിന് അർഹമാണ് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. പക്ഷേ ഷാറുഖ് ഖാൻ ഇതിന് യോഗ്യമല്ല എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കടന്ന കൈയല്ലേ. കാരണം ഇത്ര വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളൊരു മനുഷ്യൻ, അപ്പോൾ അയാൾക്ക് ഈ അവാർഡിന് യോഗ്യത ഇല്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ശരിയാണ്. ഇപ്പോൾ പുഷ്പയ്ക്ക് കിട്ടി അല്ലേ, അപ്പോൾ പുഷ്പയ്ക്ക് ഈ ഒരു സാധനം തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ അതാണോ ഇതാണോ ബെറ്റർ? ഷാറുഖ് ഖാനും അല്ലു അർജുനും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വന്നതും നിന്നതും പോയതും വർഷവും ഒക്കെ നോക്കുവാണെങ്കിൽ പോലും എന്തുകൊണ്ടും ബെറ്റർ ഷാറുഖ് ഖാൻ തന്നെയല്ലേ. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഷാറുഖ് ഖാൻ്റെ ഒരു 2 സിനിമകൾക്ക് 100% ഡിസേർവിങ് ആയിട്ടുള്ള 2 സിനിമകളുണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും, അതായത് ചാവുന്നതിന് മുമ്പ് കാണേണ്ട 2 സിനിമകളുണ്ട്. ഈ സിനിമകൾ രണ്ടും നിങ്ങളെ ഞെട്ടിക്കും, കരയിപ്പിക്കും, നൊമ്പരപ്പെടുത്തും, വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സമ്മാനിക്കും. ഒന്നാമത്തെ സിനിമ മൈ നെയിം ഈസ് ഖാൻ. സത്യം പറയാലോ, ഷാറുഖ് ഖാൻ്റെ ഫാൻ ബോയ് ആക്കിയിട്ടുള്ള ഈ ഒരു സിനിമ ഇതാണ്, മൈ നെയിം ഈസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ്. എന്ത് ഭീകരമായിട്ടുള്ളൊരു കഥയാണ്. അതിനെ എച്ചാതി ലെവലിലാണ് ഷാറുഖ് ഖാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ഓട്ടിസം ബാധിച്ച ആ ഒരു വ്യക്തി, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു കഥ. ഇതിൻ്റെ ത്രെഡ് വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റിനോട് അയാൾ ചെന്ന് പറയുവാണ്, എൻ്റെ പേര് ഖാൻ എന്നാണ്, ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു ടെററിസ്റ്റ് അല്ല എന്നുള്ളത്. ഇതാണ് ഈ ഒരു സിനിമയുടെ കോണ്ടന്റ്. അയാൾ ആ ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് എത്തുമോ ഇല്ലേന്നൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഇത്രയും തീവ്രമായിട്ടുള്ളൊരു വിഷയം എന്നുള്ളത് അവിടെ ബാക്കിൽ കിടക്കട്ടെ. ഒരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഒരാളായിട്ടാണ് ഷാറുഖ് ഖാൻ ഇതിൽ അഭിനയിക്കുന്നത്. അത് ഗംഭീരമായിട്ടാണ്. അത്ര എനിക്ക് തോന്നുന്നു ഷാറുഖ് ഖാൻ്റെ കരിയറിൽ ഇങ്ങനെ അഭിനയിച്ചിട്ടുള്ള മറ്റൊരു പടം ഉണ്ടോ എന്നുള്ളത് സത്യത്തിൽ എനിക്കതിനെക്കുറിച്ച് സംശയമുണ്ട്. അപ്പോൾ അന്ന് കിട്ടിയത്, അവാർഡ് കിട്ടിയത്, സാക്ഷാൽ ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അയാൾക്ക് എന്തോ ആണ് കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു 10 വർഷമോ 20 വർഷമോ 30 വർഷമോ എടുത്തോട്ടെ, ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ് മൈ നെയിം ഈസ് ഖാൻ എന്നുള്ളത് ഞാൻ കണ്ണു അടച്ചങ്ങോട്ട് പറയും. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു അവാർഡും കിട്ടിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങളൊരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ അറിയാത്തതാണോ നിങ്ങളെ അതിൽ നിന്ന് തടയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ സാധിക്കും. ഒന്നെങ്കിൽ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ ലിസ്റ്റിലേക്കോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ബന്ധപ്പെടുക. ഒരുപാട് പേര് കരുതിയത് മറ്റൊരു സിനിമയെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ആ സിനിമ ഏതാണെന്ന് അറിയുവാണെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിൽ ബെസ്റ്റായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയണോ, അതിൽ കണ്ടു നോക്കാത്തത് ഏതൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ.